ഹായ് നമസ്കാരം, ഞാൻ മുബാറക് CJ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഷിപ്പ് റോക്കറ്റിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നതാണ്. ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കൊമേഴ്സ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെലിവറി പാർട്ണർ വേണം. ചില ആളുകൾ ഡെലിവറി യൂസ് ചെയ്യും, ചില ആൾക്കാർ ഇന്ത്യ പോസ്റ്റ് യൂസ് ചെയ്യും, അതുപോലെ ചില ആളുകൾ കാർട്ട് DTDC ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊറിയർ പാർട്ണർ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുക. മറിച്ച് നിങ്ങൾ ഈ ഷിപ്പ് റോക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോർ ആണെങ്കിലും അല്ലെങ്കിൽ WooCommerce സ്റ്റോർ ആണെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡർ വന്നു, ആ ഓർഡർ വന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പിൻകോഡിൽ ഏതെല്ലാം ഡെലിവറി പാർട്ട്നേഴ്സാണ് സർവീസ് അവൈലബിൾ ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡെലിവറി പാർട്ണർ ചൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പാർട്ണർ ഇൻറ്റിഗ്രേഷൻ ചെയ്യുക, അങ്ങനെ ആവശ്യമില്ല. ഈ ഒരൊറ്റ ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോറുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഡെലിവറി പാർട്ണേഴ്സിനൊക്കെ ചൂസ് ചെയ്യാനും അത് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഷോപ്പിഫൈ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ WooCommerce പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ ഷിപ്പ് റോക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം, ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിഫൈ സ്റ്റോറിൽ ഒരു ഓർഡർ വന്നു. അപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഈ ഡെലിവറി പാർട്ണർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മാനുവലി പോയിട്ട് ഓർഡർ പ്രിൻറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് ഷോപ്പിഫൈ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റാറ്റസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ വേണം. പിന്നെ കൂടാതെ അതിനുശേഷം വീണ്ടും നിങ്ങൾ DTDC അല്ലെങ്കിൽ മറ്റുള്ളതെങ്കിലും പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ വേണം, അങ്ങനെയൊക്കെ വേണം. മറിച്ച് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് നിങ്ങളുടെ സ്റ്റോറിൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഷിപ്പ് റോക്കറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ആ ഓർഡർ ഇവർ എന്ത് ചെയ്യും, പുൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഷിപ്പ് റോക്കറ്റിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ അതിൽ കാണാൻ പറ്റും എത്ര ഓർഡർ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ അവിടെ സ്റ്റാറ്റസും അവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ സ്റ്റോറിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ, അതിൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ അത് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത്, അതായത് ഇപ്പോൾ പ്രോസസ്സിംഗ് ആണ്, ഡെലിവറി പാക്കിംഗ് ആണ്, അതുപോലെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാക്കിംഗ് ആണെങ്കിൽ പാക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കസ്റ്റമർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡെലിവറി പാക്കിങ് റെഡി ആയിട്ടുണ്ട്, റെഡി ടു ഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റാറ്റസ് അവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ ഡെലിവറി എക്സിക്യൂട്ടീവ് വന്നിട്ട് നിങ്ങളുടെ പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അപ്ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ കസ്റ്റമറിന് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ പല ആളുകളും അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിലും ഇതിലുമായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു കാര്യം, പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്, ഞാനിപ്പോൾ കൊമേഴ്സ് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊറിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുക, നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. മറിച്ച് നിങ്ങൾ ഷിപ്പ് റോക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻകോഡിൽ പിക്കപ്പ് ഉള്ള, അതായത് അവിടെ വന്നിട്ട് നിങ്ങളെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാൻ സർവീസ് ഉള്ള ഡെലിവറി പാർട്ണേഴ്സിന് അതിൽ കാണിക്കും. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടാവും. കാരണം പല ഡെലിവറി പാർട്ണേഴ്സിൻ്റെ അടുത്തും പല നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഏത് പിൻകോഡിലാണ് ഇന്ന ഡെലിവറി പാർട്ണർ നല്ല രീതിയിൽ സർവീസ് ഇല്ലാത്തത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതാത് പിൻകോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതായത് ഡെലിവറി പാർട്ണറെ മാറ്റി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അതൊക്കെ പിന്നെ ഒരു എക്സ്പീരിയൻസിലൂടെ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പിന്നെ ഇതിൽ പറയേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിൽ ഈ പറഞ്ഞ അറിയുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവർക്കും കൂടെ ഉൾക്കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഷിപ്പ് റോക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത് നോക്കാം. ഷിപ്പ് റോക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുവഴി നിങ്ങൾ എന്ത് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. ഷിപ്പ് റോക്കറ്റിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈൻ അപ്പ് ഫോർ ഫ്രീ അല്ലെങ്കിൽ ട്രൈ ഫോർ ഫ്രീ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ. ഇതിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈനപ്പ് പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഷോപ്പിഫൈ അക്കൗണ്ട് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സൈനപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ സൈനപ്പ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ഇവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക.
വെരിഫൈ ഫോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. OTP കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, കമ്പനീൻ്റെ പേര്, അതേപോലെ തന്നെ ഇമെയിൽ ID കാര്യങ്ങളും പിൻകോഡും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സ്റ്റാർട്ടിങ് മൈ ഇ-കൊമേഴ്സ് ബിസിനസ്, ഓഫ്ലൈൻ ബിസിനസ് വിത്ത് ഷിപ്പിംഗ് നീഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് കൊടുക്കും. അപ്പോൾ കൂടുതൽ ആളുകളും ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക ഒന്നെങ്കിൽ ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഓൺലൈൻ സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റിലുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും, ഇവിടെ നിങ്ങളൊന്നും കൊടുക്കണമെന്നില്ല, ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ്, നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ത്രൂ ആണ് പോകുന്നത്, അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡെലിവറി പാർട്ട്ണറാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഡാർട്ട് കൊടുക്കണം, ബ്ലൂ ഡാർട്ട് കൊടുക്കാം, DTDC കൊടുക്കണം, DTDC കൊടുക്കാം, ഇന്ത്യ പോസ്റ്റ് കൊടുക്കണം, ഇന്ത്യ പോസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ത്യ പോസ്റ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നേരത്തെ ഇന്ത്യ പോസ്റ്റ് തന്നെ കൊടുക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തത് മാത്രം. നിങ്ങൾക്ക് ഇനി അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതുകൊണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഒരുപക്ഷെ പല ആളുകളും ഓൾറെഡി ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഏതാണോ ആ ഒരു ഡെലിവറി പാർട്ണർ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, സെറ്റപ്പ് ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഷിപ്പ്രോക്കറ്റിലെ അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും റീചാർജ് വാലറ്റ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ഇപ്പം ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എമൗണ്ട് ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ റീചാർജ് വാലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര എമൗണ്ട് വേണ്ടത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1000 രൂപ ആണെങ്കിൽ 5000 രൂപ എത്രയാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട്, ഇപ്പോൾ വേണമെങ്കിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 500 രൂപ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇതാണ് ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഷിപ്പ്രോക്കറ്റിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും റീചാർജ് വാലറ്റ്, കംപ്ലീറ്റ് KYC, ആഡ് ഓർഡർ എന്നുള്ളത്. ഇതെന്താ സംഗതി വെച്ചാൽ ഇതിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ എമൗണ്ട് റീചാർജ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിൽ നിന്നായിരിക്കും ഇവർ എമൗണ്ട് പിടിക്കുക. നമ്മൾ ഇപ്പോൾ നിലവിലിപ്പോൾ നിങ്ങൾ മാനുവലി അവിടെ മാനുവലി നിങ്ങൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് കൊറിയർ ഓഫീസിൽ എമൗണ്ട് കൊടുക്കണമെന്നുണ്ടല്ലോ. അതിന് പകരം ഇതിൽ ഓൾറെഡി റീചാർജ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക പൈസ കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഫസ്റ്റ് ടൈം റീചാർജ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുമോ കൂപ്പൺ കോഡ് ഫ്ലാറ്റ് 500 എന്നുള്ള. അപ്പോൾ ഇതിൽ 100% ക്യാഷ് ബാക്ക് ഓൺ റീചാർജ്, 500 rupees റീചാർജ് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പം അതാണ് റീചാർജ് വാലറ്റിൻ്റെ കാര്യം. രണ്ടാമത് കംപ്ലീറ്റ് KYC ആണ്. അപ്പം നിങ്ങളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ KYC കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാഷ്ബോർഡ്. നിങ്ങൾക്ക് ഇപ്പം സ്റ്റോറുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിങ്ക് ചെയ്ത് സ്റ്റോറുമായിട്ട് നിങ്ങളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്ന് കിടക്കും. ആ രീതിയിലായിരിക്കും ഇവിടെ വന്നിട്ട് കിടക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ഓർഡർ, മാനുവലി ഓർഡർ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ആഡ് ഓർഡർ കൊടുത്തിട്ട് ആഡ് യുവർ പിക്കപ്പ് അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആഡ് യുവർ പിക്കപ്പ് അഡ്രസ്സ് എന്നുള്ളടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൊക്കേഷൻ എൻ്റർ ചെയ്തിട്ട് ആ രീതിയിൽ ഇവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് മെത്തേഡ് COD അതേപോലെ തന്നെ പ്രീപെയ്ഡ് എന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളോട് ചോദിക്കും ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ പ്രീപെയ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കുക. അതായത് ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകുന്നതാണോ അത് കൊടുക്കാം. പിന്നെ പ്രൊഡക്റ്റ് നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ബോക്സിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ പ്രൈസ് എത്ര എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ആ രീതിയിലാണ് വരിക കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പണികളൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും. പിന്നെ ജസ്റ്റ് ഇവിടെ അക്സെപ്റ്റ് കൊടുക്കാൻ, അപ്രൂവൽ കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരും റിട്ടേൺ റിക്വസ്റ്റ് ആരെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ അപ്രൂവൽ ചെയ്യണമെങ്കിൽ അപ്രൂവൽ ചെയ്യാം. അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് പിക്ക് ചെയ്യണമെങ്കിൽ പിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. റീഫണ്ട് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ COD ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ CODൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ
ഇവരെ ഈ ഷിപ്പ് റോക്കറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വരിക. അത് പിന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു 3-4 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ സാധാരണ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നൊക്കെ പേയ്മെൻറ്റ് വരുന്ന പോലെ വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ കുറച്ച് സമയം എടുക്കും, കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ പോയിട്ട് ഡെലിവറി ആയിട്ട് വരുന്ന വരെയുള്ള സമയം എടുക്കും. ഇനി ജസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് KYCൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പോകാം. വെരിഫൈ KYC എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ കൊടുക്കുക, ഐ ഡോണ്ട് ഹാവ് GST നമ്പർ അത് കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കുക, സ്മോൾ ബിസിനസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആധാർ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ KYC കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഈ രീതിയിലാണ് KYC ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇത് ഷിപ്പ് റോക്കറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് ഏകദേശം ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്നായിട്ടൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം എത്ര റേറ്റ് വരും എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഞാനിവിടെ 6639 വെച്ചിട്ട് വേറെ 66101 എന്ന് പറഞ്ഞ ഈ പിൻകോഡിലേക്ക് പാക്കേജ് വെയിറ്റ് എത്ര ഉണ്ട് നോക്കാം. ഒരു 300 ഇൻട്രൂ വാല്യൂ, ഷിപ്മെൻറ്റ് വാല്യൂ ഒരു 500 രൂപേൻ്റെ സാധനം, ഒരു എത്ര കാൽക്കുലേറ്റ് വരുന്നുണ്ട് നോക്കാം. ഇപ്പോൾ 20 kg എന്നുള്ളത് ഞാനിവിടെ മാറി ടൈപ്പ് ചെയ്തതാണ്. ശരിക്കും നമുക്ക് 20 kg ഒന്നുമില്ല, 0.5 കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരാൻ നോക്കാം. ഇപ്പോൾ കാണാൻ പറ്റുമോ, ഈ ഒരു രീതിയിലായിരിക്കും ചാർജ് വരിക. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസുകളിൽ വരുന്ന ചാർജുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവർക്കുള്ള പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ കാണിക്കും. ഇവിടെ കാണാൻ പറ്റും എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ ഷിപ്പ് റോക്കറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷിപ്പ് റോക്കറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിശദമായി ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ കാണാം. അതുവരേക്കും ബൈ.